ഞാൻ അവരോട് ചോദിച്ചു, ഇത് കൗണ്ടിങ്ങിനെ ബാധിക്കോ? സെയിം ടൈം ഡെപ്യൂട്ടി കളക്ടർ പറഞ്ഞത് നോന്നും റിട്ടേണിംഗ് ഓഫീസർ യെസ് എന്നുവാ പറഞ്ഞത്. ഒരേ ചോദ്യത്തിന് രണ്ടുത്തരം പറഞ്ഞിട്ടുണ്ട്. അവിടെ ഉദ്ഘാടനം ചെയ്യാൻ വന്നതും എന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ്, ഇവിടെ എന്നെ മത്സരിപ്പിക്കാൻ പറഞ്ഞയച്ചത് എന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ്. സോ അദ്ദേഹത്തിന്റെ ആഗ്രഹവും അനുഗ്രഹവും എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ മരവിച്ചു പോയിട്ടുള്ള, മനസ്സ് തകർന്നു പോയിട്ടുള്ള, മനുഷ്യന്റെ നിസ്സഹായാവസ്ഥയിൽ എന്തെങ്കിലുമൊക്കെ ഇനി ഏത് ലെവലിലേക്ക് പോകും എന്ന് ചിന്തിച്ചിട്ടുള്ള ഒരവസ്ഥ എനിക്ക്. അതിനുശേഷം ഞാൻ മെഡിക്കൽ അഡ്വൈസ് വരെ എടുത്ത് കുറച്ച് സമയം എടുത്തിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. എനിക്ക് എന്നോടൊപ്പം നിൽക്കുന്ന ആളുകളോടും ഞാൻ പുലർത്തുന്ന ആശയത്തിനോടും നീതി കാണിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അത് കാണിക്കാതെ എനിക്ക് തുറന്ന് സംസാരിക്കാൻ പോലും കഴിയില്ല. നമ്മൾ വായിക്കാത്ത ഏരിയയിൽ നമ്മളെ വായിക്കുക എന്നുള്ളത്, അങ്ങനെ ഒരു മാഗ്നിഫിഷ്യന്റ് കപ്പാസിറ്റി ഉള്ള ഒരു നേതാവാണ് ഞങ്ങളെ പ്രസിഡന്റ്. എനിക്ക് മ്യൂസിക്കിലൊക്കെ കമ്പുള്ള ഒരാളാണ് ഞാൻ. അത്യാവശ്യമൊക്കെ പാടുകയും എന്നെ സ്ക്രീനിലൊക്കെ കണ്ടവർക്ക് ഞാൻ വലിയൊരാളാണ്. എന്നിട്ട് അവിടെ എത്തുമ്പം ഇവരുണ്ടാവും ഇങ്ങനെ കാത്തുനിന്ന്. എന്നിട്ട് അവരെ വിളിച്ചിട്ട് ഹലോ ഞാനാട്ടോ ഫാത്തിമ തഹ്ലിയ എന്ന് പറയേണ്ട അനുഭവങ്ങൾ കുറേ തവണ വന്നിട്ടുണ്ട്. മുസ്ലിം ലീഗിലെ ഒരു ക്രൗഡ് പുള്ളർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന കുട്ടിച്ചിറയുടെ കൗൺസിലറായിട്ടുള്ള, പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള, പലരും പാത്തു എന്നൊക്കെ വിളിക്കുന്ന ഫാത്തിമ തഹ്ലിയാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ നമുക്ക് തഹ്ലിയുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. കുട്ടിച്ചിറയിൽ കൗൺസിലർ ആയിരിക്കുന്ന സമയത്താണ് പേരാമ്പ്രയിൽ മത്സരിക്കാനുള്ളൊരു നിയോഗം പാർട്ടി ഏൽപ്പിക്കുന്നത്. പേരാമ്പ്രയിലേക്ക് പോകുമ്പോൾ കുട്ടിച്ചിറക്കാരുടെ ആദ്യത്തെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു? കുറ്റിച്ചിറയിൽ യഥാർത്ഥത്തിൽ ഇലക്ഷൻ ഇറങ്ങിയ സമയത്ത് തന്നെ, അതായത് കഴിഞ്ഞ കോർപ്പറേഷൻ ഇലക്ഷൻ ഇറങ്ങിയ സമയത്ത് തന്നെ പലരും എൻ്റെ തലയിൽ കൈവച്ചിട്ടൊക്കെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, മോള് കോർപ്പറേഷനിലേക്കല്ല മത്സരിക്കേണ്ടത്, ഇതിനേക്കാൾ മുകളിലേക്ക് പോകണം, അങ്ങനെ പോവാൻ കഴിവുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞ് അന്നേ എന്നോട് പറഞ്ഞ ആളുകളെ മുഖം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പം ഒരു ദിവസം കുറ്റിച്ചിറ ഇലക്ഷൻ്റെ സമയത്ത് നമ്മൾ ബീച്ച് സൈഡിലുള്ള ഒരു വീട്ടിൽ പോയപ്പോൾ അവിടെ ഒരു ഉമ്മ ഇങ്ങനെ ചെടി നനയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ കയറി വന്ന പാടെ തന്നെ ഹോസ് അവിടെ ഇട്ടിട്ട് അവർ ഓടി വന്നിട്ട് പറയുന്നത്, മോള് ഇവിടെ അല്ലായിരുന്നു മത്സരിക്കുന്നത് ഞങ്ങൾ കരുതിയത്. അപ്പം അവരൊരു പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തെ എന്നെ ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് കാണണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് വളരെ പോസിറ്റീവായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്, പേരാമ്പ്ര തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ എന്നോടൊപ്പം നിന്നത്. ഓരോ ദിവസവും ഒരു 5-5 ആളുകളോ ആയിട്ട് പേരാമ്പ്ര വന്നുകൊണ്ടേയിരുന്നു. പലരെയും ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അവർക്ക് പരിചയമുള്ള രൂപത്തിൽ അവർക്ക് അറിയുന്ന ആളുകളിലൊക്കെ പോയി വോട്ട് ചോദിച്ചൊക്കെ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു വളരെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ഇങ്ങനെ ഓരോ വിഷയങ്ങൾ കേൾക്കുമ്പോൾ എന്നെ വിളിച്ചിട്ട് പേടിയാവുന്നുണ്ട്, എന്തൊക്കെയാ കേൾക്കുന്നതെന്നൊക്കെ വിളിച്ച് ചോദിക്കുന്ന ആൾക്കാർ കുറ്റിച്ചിറക്കാരാ. അത്രയും എൻ്റെ ഒപ്പം, എൻ്റെ വീട്ടിലുള്ള ആളുകളെ പോലെ എൻ്റെ ഒപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാ കുറ്റിച്ചിറക്കാർ. പേരാമ്പ്രയിലേക്ക് പോകുന്നത് അത് തിരിച്ചു പിടിക്കാനാണ്. അതായത് TP രാമകൃഷ്ണന്റെ സിറ്റിംഗ് സീറ്റിൽ, അതായത് LDFന്റെ സിറ്റിംഗ് സീറ്റിലേക്കാണ് തഹ്ലിയനെ പാർട്ടി വിടുന്നത്. ആ സീറ്റ് തിരിച്ചു പിടിക്കാനാണ് വിളിക്കുന്നത്. അതെ. പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലെ ഒരു സാഹചര്യം നമുക്കറിയാവുന്നത്, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലൊക്കെ വളരെ മോശം പ്രകടനം ഈ കോഴിക്കോട് UDF നടത്തുന്നതിനുണ്ട്. അപ്പോൾ അതിനൊരു മാറ്റം വേണം, അങ്ങനെയൊക്കെയാണ് ഒരു സ്ഥാനാർത്ഥിയായിട്ട് തഹ്ലിയനെ കൊണ്ടുവരുന്നത്. അപ്പം അവിടെ പോയിട്ട് എന്താണ് തഹ്ലിയക്ക് ഫീൽ ചെയ്തത്? ഒരു പക്ഷേ ഞാൻ ജനിക്കുന്നതിൻ്റെ 10-15 വർഷം മുമ്പാണ് യഥാർത്ഥത്തിൽ അവിടെ UDF വിജയിച്ചിട്ടുള്ളത്. ഡോക്ടർ KG അടിയോടി അവിടെ നിന്ന് MLA ആയി മന്ത്രിയായിട്ടൊക്കെ വന്ന കാലം. ആ പേരാമ്പ്ര അല്ല യഥാർത്ഥത്തിൽ പിക്ചറിൽ പോലും, ജിയോഗ്രഫിക്കലി ഡിലിമിറ്റേഷനൊക്കെ ശേഷം മാറിയിട്ടുണ്ട്. പക്ഷേ അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങുമ്പം ഞാൻ മനസ്സിലാക്കിയത് ആളുകൾ ഒരേ രീതിയിലുള്ള ആളുകളാണ്. അപ്പം ഞാൻ കുറ്റിച്ചിറയിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പം എനിക്ക് കിട്ടുന്ന ഒരു സ്നേഹവും ആളുകളുടെ ഒരു സ്വീകരണവും ഉണ്ടല്ലോ, ആ സ്വീകരണം തന്നെ എനിക്ക് പേരാമ്പ്രയിലുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് ഫീൽ ചെയ്യാൻ പറ്റി. അതായത് സാധാരണക്കാരായിട്ടുള്ള വീട്ടിലുള്ള ആളുകൾ എന്നെ സ്വീകരിച്ചത് അതേ രൂപത്തിലാണ്. അപ്പം എനിക്ക് വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ അത് ഫീൽ ചെയ്യിക്കാതെ, അങ്ങനെ ജിയോഗ്രഫിക്കലി വലിയ മാറ്റമുണ്ട്, കാരണം ഇതൊരു സിറ്റിയാണ്. മറ്റേത് അവിടെ പോയാൽ അവിടെ പാടങ്ങള്, പുഴകള്, കുന്നുകള്, അതെ, ഒരു ഗ്രാമാന്തരീക്ഷമാണ്. അപ്പം അതിൽ ജിയോഗ്രഫിക്കലി വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും മനുഷ്യരുടെ നന്മ അത് ഒരേപോലെയാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രൂപത്തിൽ അവിടെ ഇറങ്ങുമ്പോൾ കഴിയോളം, അത് കഴിഞ്ഞിട്ടും ആ ഒരു എനർജി നിലനിർത്താനുള്ള ശ്രമം ഞാൻ നടത്തിയിട്ടുണ്ട്.
എനിക്ക് എൻ്റെ മുന്നിലുള്ള വോട്ടർമാർ അവരുടെ ആവശ്യങ്ങൾ, അവർ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും പുതിയ കാലത്തേക്ക് പോകുമ്പോൾ കാണുന്ന പ്രതീക്ഷകൾ, പിന്നെ അതിനോടൊക്കെ നീതി പുലർത്താൻ, അവരുടെ വീട്ടിലെ കുട്ടിയായിട്ട് മാറാൻ, അവർക്ക് ഏത് സമയവും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് മാറാനുള്ള ശ്രമമാണ് ഞാൻ നടത്തിയത്. ബാക്കി LDF ക്യാമ്പിൽ നിന്ന് വന്നിട്ടുള്ള വിവാദങ്ങൾ, അവർ തുടങ്ങി വെച്ചിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും മറുപടി പറയുക എന്ന് പറയുന്നത് ഒരു പക്ഷേ ചാനലുകാരായിട്ടുള്ള ആളുകൾ എൻ്റെ മുന്നിൽ വരുമ്പോഴോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ അടിസ്ഥാനപരമായിട്ട് ആ നാട്ടുകാരുടെ പ്രതിസന്ധികളും അവരുടെ പ്രശ്നങ്ങളും കേട്ട് അതിന് പരിഹാരം കാണാൻ എനിക്ക് പറ്റുന്ന രൂപം ഏതാണ് എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ കടന്നു പോയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന്റെ ഭൂരിഭാഗം സമയവും പര്യടനമായിരുന്നു. ആ പര്യടനം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന പോലെ വീടുകൾ കയറി ഇറങ്ങിയിട്ടുണ്ട്. കോർപ്പറേഷനിൽ കയറിയതുപോലെ അവിടെ പോയിട്ട് വീട് തീർച്ചയായിട്ടും എത്ര വീടുകൾ ഞാൻ കയറിയിട്ടുണ്ടാവും എന്നറിയോ? അപ്പൊ ഒരു 10 മണിക്ക് നമുക്ക് മൈക്കിന്റെ പെർമിഷൻ കഴിയും, അതിനുശേഷവും വീടുകൾ കയറുക, പര്യടനങ്ങൾ. എനിക്ക് തോന്നുന്നു 10 മണി ആകുമ്പോഴേക്ക് വീണ്ടും 3-4 പോയിന്റുകൾ കവർ ചെയ്യാനുണ്ടാവും. അവിടെ ആൾക്കാർ കാത്തു നിൽക്കുന്നുണ്ടാവും വരും എന്ന് പറഞ്ഞിട്ട്. മൈക്കില്ലാതെ സംസാരിച്ചിട്ടുണ്ട്. സൗണ്ട് പോയിട്ട് പിന്നെ ആളുകളെ കണ്ടിട്ട് എവിടുന്നാ സൗണ്ട് വന്നതെന്ന് അറിയില്ല, അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ ശ്രദ്ധ യഥാർത്ഥത്തിൽ ആ ആളുകളെ കുറിച്ച്, പിന്നെ അവരുടെ ആവശ്യങ്ങൾ, അവരുടെ സ്വപ്നങ്ങൾ, അതൊക്കെ ആയിരുന്നു. തോൽക്കുമെന്നൊരു ഭയം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞാൻ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോയത്, ജയിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോയത്. അപ്പൊ 100% എൻ്റെ ശ്രദ്ധ ആ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ മാക്സിമം ആളുകളെ കാണുക, അവരോട് വോട്ട് ചോദിക്കുക എന്നുള്ളതായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിയാണെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കൗമിലെ കുട്ടിക്ക് വോട്ട് എന്നുള്ള പരാമർശങ്ങളൊക്കെ വരുമ്പോൾ ആളുകൾ എങ്ങനെയായിരുന്നു അതിനോട് റിയാക്ട് ചെയ്തത്? ശരിക്കും പ്രചരണം LDF ക്യാമ്പിൽ നിന്നാണ് വരുന്നത്, പക്ഷെ എന്തായിരുന്നു മൊത്തത്തിൽ ആളുകൾക്ക് അതിനോടുള്ളൊരു പ്രതികരണം? എനിക്ക് തോന്നുന്നു ഇത് രണ്ട് രൂപത്തിൽ പോയി എന്നാണ് തോന്നുന്നത് എനിക്ക്. ഇത് തമ്മിൽ ഞാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പക്ഷേ നിശബ്ദ പ്രചാരണത്തിന്റെ തലേ ദിവസമാണ് കാതലായിട്ട് പുറത്ത് ഇത്ര വലിയ ഡിസ്കഷൻ നടക്കുന്നുണ്ട് എന്ന് അറിയുന്നത്. ആളുകളോട് കാണുമ്പം ഈ രൂപത്തിലുള്ള ഒരു എൻഗേജ്മെന്റ് ആളുകളിലേക്ക് കൂടുതലായിട്ട് എത്തിയിട്ടില്ല. അത് പുറത്ത് നടക്കുന്ന ചർച്ച, അല്ലെങ്കിൽ ആ നാടുമായിട്ട് ഒരിക്കലും കണക്ട് ചെയ്യാൻ പറ്റാത്ത ചർച്ചയാണ്. എത്ര പിന്നെ മതേതര ബോധവും ജനാധിപത്യ ബോധമുള്ള ആളുകൾ അവിടെ ഉള്ളതെന്ന് അറിയും. ഒരു പക്ഷെ അവർക്ക് ഈ ഭാഷയല്ലേ നമ്മൾ പറയുന്ന ജനാധിപത്യ ബോധം, ഇതൊന്നും പറയുമ്പം ആ രൂപത്തിൽ കാണില്ല. പക്ഷെ അവരുടെ ഉള്ളിൽ അവർ പാരസ്പര്യം എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളത് ആ ആളുകളുടെ ഉള്ളിൽ നിന്നുള്ള വരുന്നൊരു സംഭവമാണ്. അപ്പം ഈ ചർച്ചയൊക്കെ വേറൊരു വഴിക്ക് നടക്കുന്നുണ്ടെങ്കിലും ആളുകൾ ഇതിന് ആ രൂപത്തിലേക്കൊന്നും എടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറങ്ങിയപ്പം മുതൽ എനിക്ക് തോന്നുന്നു ആളുകൾ എന്നോടൊപ്പം ഉണ്ട്, കൈ തന്ന് ഉമ്മ വെച്ച് പ്രാർത്ഥിച്ച് ഒപ്പം നടന്ന്, എന്തിനേറെ വോട്ടില്ലാത്ത എത്ര ആൾക്കാർ, കുഞ്ഞു മക്കള് വരെ പോകുന്ന വഴിയിൽ ഓടി വന്നിട്ട് ജയിക്കണേ ജയിക്കണേ ഇങ്ങനെ പറയാ അവര്. അപ്പം അതൊക്കെ ഒരു വലിയ പ്രതീക്ഷയല്ലേ. പേരാമ്പ്രയില് ഒരു അട്ടിമറി നടന്നതായിട്ട് തഹ്ലിയ സംശയിക്കുന്നുണ്ട്. ശരിക്കും അട്ടിമറിയൊന്നുമല്ല, അട്ടിമറി എന്ന് അതിനെ പറയാൻ നമുക്ക് പറ്റില്ല. എനിക്ക് എൻ്റെ ഡൗട്ട് എന്തായിരുന്നു ഇവർക്ക് ജോലി? റിട്ടേണിംഗ് ഓഫീസർ പ്രോപ്പറായിട്ട് മറുപടി തന്നിട്ടില്ല. ഞാൻ ഈ സമയം ഫസ്റ്റ് കോൾ വന്നപ്പോൾ തന്നെ റിട്ടേണിംഗ് ഓഫീസറെ വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞതാ, എന്തിനാ നിങ്ങൾ അത് തുറക്കുന്നത്, അതിന്റെ കാര്യം എന്താ ബോധ്യപ്പെടുത്തി തരണം. ഞാൻ അകത്ത് കയറിയതിന് ശേഷം ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഈ പിന്നെ കോഴിക്കോട് ജില്ലയിലെ 13 മണ്ഡലങ്ങളിലും ഇതേപോലെ തുറന്നിട്ടുണ്ടോ? എല്ലാവർക്കും ഇതേപോലെ സർക്കുലർ വന്നിട്ടുണ്ടാവുമല്ലോ. ആ സർക്കുലറിന് അടിസ്ഥാനത്തിൽ എല്ലാവരും തുറന്നോ? അപ്പൊ അവര് പറഞ്ഞത് അത് ഞങ്ങൾക്ക് അറിയില്ല. എന്നാൽ ഇവിടെ ഈ JDTയിൽ വേറെ സ്ട്രോങ് റൂമുകൾ ഉണ്ടല്ലോ, വേറെ മെറ്റീരിയൽ റൂമുകൾ ഉണ്ടല്ലോ, അവ തുറന്നോ? അതില്ല. എന്നിട്ട് അവരെനിക്ക് തന്ന എക്സ്പ്ലനേഷൻ, ഫോം 70 മെയിൽ ഫീമെയിൽ ഓവർസീസ് വോട്ടർമാരും ഇവരുടെ പിന്നെ സോഫ്റ്റ്വെയറിലുള്ളതും കമ്പയർ ചെയ്തിട്ട് ഇത് സെയിം ആണോ എന്ന് നോക്കുക, ലാസ്റ്റ് ഡേ ഓഫ് വെരിഫിക്കേഷൻ ആണെന്ന് പറഞ്ഞത്. എന്നിട്ട് അതിലെ ചില കാര്യങ്ങൾ അവർ മാറ്റി വെക്കുന്നുണ്ടായിരുന്നു. ഞാനുള്ള സമയത്ത് ഞാൻ അകത്ത് കസേരയിട്ടിരുന്നു ഇവർ ചെയ്യുന്നത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ചില പേപ്പറുകൾ അവർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തിനായിരുന്നു ആ പേപ്പറുകൾ മാറ്റി വെച്ചത്? ആ സമയം ഞാൻ ചോദിച്ചപ്പോൾ ഇതൊക്കെ അവസാനം പറഞ്ഞു തരാന്ന് പറഞ്ഞു. ഇനി അകത്തേക്ക് കയറി ഞാൻ വരുന്നതിന് മുമ്പ് ഈ റൂം തുറക്കുന്ന സമയത്ത് അവിടെ ഓടിയെത്തിയ എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ പ്രതിനിധിയായിട്ട് എത്തിയ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ട്, തുറന്ന പാടെ ഇവർ ചെയ്തത് 3 ബണ്ടിലെടുത്ത് മാറ്റി വെച്ചു. എന്തുകൊണ്ടാണ് ആ 3 ബണ്ടിൽ മാറ്റി വെച്ചത്? അതിന് ആൻസർ അവർ പറഞ്ഞിട്ടില്ല. മാത്രമല്ല നിങ്ങൾ ആലോചിക്കണം, തുറക്കുന്ന സമയത്ത് ഒരാളുണ്ടായിരുന്നത് എൻ്റെ പ്രതിനിധി, അതിനുശേഷം ഞാൻ 2 ആളെത്തുന്നു. ഇവര് 8-ലധികം ആൾക്കാർ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ആദ്യം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള്
നമ്മൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എങ്ങോട്ടാ ശ്രദ്ധിക്കുക, ഇവരെല്ലാവരും പോയിട്ട് എല്ലാവരും എൻഗേജ്ഡ്, ഓരോരുത്തർ പോയി ഓരോ പെട്ടി എടുക്കുന്നു, നോക്കുന്നു. അപ്പം നമ്മളെ ശ്രദ്ധ പോലും ഈ രണ്ടാൾക്കാരെ പോരാ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ രൂപത്തിൽ എങ്ങനെ ഇവർ ആക്ട് ചെയ്യുന്നത്? അപ്പം എന്റെ സംശയം ഇവരെന്തായിരുന്നു ചെയ്തിരുന്നത്? ഓഫ് കോഴ്സ് പിന്നെ ഇവർ പറയുന്ന പോലെ EVM മെഷീൻ വെച്ച റൂമല്ല തുറന്നത്, അതിന്റെ മേലുള്ള റൂമാ. അപ്പോഴും ക്വസ്റ്റ്യൻ, ഇത് ഇന്നർ പെരിമീറ്റർ ഏരിയയിലുള്ള റൂമാണ്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ച സമയത്ത് റിട്ടേണിംഗ് ഓഫീസറും ഡെപ്യൂട്ടി കളക്ടറും ഒരേ സമയം 2 ഉത്തരം തന്നിട്ടുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു, ഇത് കൗണ്ടിങ്ങിനെ ബാധിക്കോ? സെയിം ടൈം ഡെപ്യൂട്ടി കളക്ടർ പറഞ്ഞത് നോന്നും റിട്ടേണിംഗ് ഓഫീസർ യെസ് എന്നുവാ പറഞ്ഞത്. ഒരേ ചോദ്യത്തിന് 2 ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രൂപത്തിൽ ഇതിന്റെ ശരിയായിട്ടുള്ള വശം എന്താ ഇവർ ചെയ്തത്? എന്തിനായിരുന്നു ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖകൾ ഇവർ സെർച്ച് ചെയ്ത്? അവര് വരുമ്പോ കുറെ നമ്പേഴ്സ് നോട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് ആ നമ്പേഴ്സ്? ഇതിനൊക്കെയുള്ള ഉത്തരം അവർ പറഞ്ഞേ പറ്റൂ. പിന്നെ നമുക്ക് ഇലക്ഷൻ വിട്ട മറ്റു കാര്യങ്ങളിലേക്ക് വന്നാല് അഭിഭാഷകയാണ്. കൊച്ചിയില് വളരെ ആഘോഷിച്ചൊരു ഓഫീസൊക്കെ തുറന്നു, ഉദ്ഘാടനമൊക്കെ നടത്തി. കുറച്ച് ദിവസം കഴിയുമ്പം കേൾക്കുന്നു തഹലിയ കുട്ടിച്ചിറയിൽ മത്സരിക്കാൻ പോകുന്ന. അവിടുന്ന് സ്വച്ചിട്ട പോലെ പേരാമ്പ്ര എത്തി. അപ്പം അഭിഭാഷക എന്നുള്ളൊരു തൊഴിലിന് അല്ലെങ്കിൽ ആ ഒരു മേഖല മിസ് ചെയ്യുന്നുണ്ടോ ശരിക്കും? കാരണം അത്ര ആഗ്രഹിച്ചിട്ടാണ് ഓഫീസൊക്കെ തുറന്നു ഇവിടുന്ന് കൊച്ചിക്ക് പോകുന്നത്. അത് മനസ്സിലായിട്ടുണ്ട് അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ജോലിയാണ് അഭിഭാഷക വൃത്തി. ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഞാൻ കോഴിക്കോട് ബാറില് അവിടെ സജീവമായി പ്രാക്ടീസ് ചെയ്ത സമയമൊക്കെ ഞാൻ വളരെ അറിഞ്ഞുകൊണ്ട് ഹാപ്പിലി ആഘോഷിച്ച് പ്രാക്ടീസ് ചെയ്ത ഒരാളാണ്. പിന്നെ ഇടക്കാലത്തൊക്കെ ഈ പൊളിറ്റിക്സും പ്രാക്ടീസും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് തോന്നിയിട്ടുണ്ട്. രണ്ടും നല്ല എഫേർട്ട് വേണ്ട 24/7 വേണ്ട ജോലികളാണ്. എന്നെ പല ആൾക്കാർ ഉപദേശിച്ചിട്ടുണ്ട്, പിന്നെ പ്രൊഫഷൻ ഒഴിവാക്കരുത് കേട്ടോ, പൊളിറ്റിക്സ് ശ്രദ്ധിക്കണം. പക്ഷെ എൻ്റെ അനുഭവവും ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ജോലിയല്ല. നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യുമ്പം രണ്ടിന് നിങ്ങൾ ഏതെങ്കിലും ഒന്ന് മാത്രമേ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കറക്റ്റ് ആണത്. അപ്പൊ ഞാന് ഇതിന്റെ ഇടയിൽ നിന്നൊക്കെ കുതറി മാറിയിട്ട് പ്രാക്ടീസിലേക്ക് പോകാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്, പഠിക്കാൻ വേണ്ടി പോകാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷെ എന്തോ ഒരു ഫോഴ്സ് പൊളിറ്റിക്സിൽ എന്നെ തിരിച്ചു കൊണ്ടുവരും. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എനിക്ക് വിദേശത്ത് നിന്ന് ഒരു ഓഫർ ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു പഠിക്കാൻ. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് കൊറോണ വന്നത്. അപ്പൊ അതുകൊണ്ട് ഗേറ്റ് ക്ലോസ് ആയി, എനിക്ക് ആ ഓഫർ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് അത് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. LLM ശേഷം ഒരു PhD ഗോളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് നഷ്ടമായി. പിന്നീട് പഠനത്തിന്റെ മേഖലയിൽ നിന്ന് മാറിയിട്ട് പ്രാക്ടീസ് ശ്രദ്ധിക്കാന്ന് വിചാരിച്ചു. എനിക്ക് നല്ല കുറെ മെന്റേഴ്സ് ഉണ്ട് ഈ പ്രൊഫഷനിൽ. അവര് വളരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നീ ശ്രദ്ധിക്കണം, നീ ജോലിയിൽ ഒക്കെ ഒന്നുകൂടെ ഒന്ന് ഉഷാറാവണം എന്ന് പറയുന്നുണ്ട്. പിന്നെ എൻ്റെ ടീച്ചേഴ്സ്, ലോ കോളേജിലെ ടീച്ചേഴ്സ്, ജോൺ സാർ എന്നൊരിക്കലും എനിക്ക് മറക്കില്ല, ഇക്ബാൽ സാറ്, ജോൺ സാറൊക്കെ, അവരൊക്കെ എന്നോട് പറയുന്നത് നിനക്ക് ഇതിൽ ശ്രദ്ധിച്ചാൽ ഒരു ഭാവി ഉണ്ട് കേട്ടോ എന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഇവിടുത്തെ പ്രാക്ടീസിനപ്പുറത്തേക്ക് ഹൈക്കോർട്ടിലെ പ്രാക്ടീസിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാമെന്ന് തോന്നിയത്. പ്രത്യേകിച്ച് എൻ്റെ PG പോസ്റ്റ് ഗ്രാജുവേഷൻ വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ലോയിലാണ്. എനിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്ന് ഹൈക്കോർട്ടിലേക്ക് ലോഞ്ച് ചെയ്യാം. ഓൾറെഡി എൻ്റെ ഫാമിലി ലോയേഴ്സ് ആയതുകൊണ്ട് തന്നെ ഹൈക്കോർട്ടിലേക്കുള്ള മാറ്റേഴ്സും നമുക്ക് ഇവിടുന്ന് തന്നെ ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് ഹൈക്കോർട്ടിൽ ഓഫീസ് ഇട്ട് അവിടെയും കൂടെ കുറച്ചുകൂടെ ശ്രദ്ധിക്കാന്ന് വിചാരിക്കുമ്പോൾ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുന്നത്. അവിടെ ഉദ്ഘാടനം ചെയ്യാൻ വന്നതും എൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ്. ഇവിടെ എന്നെ മത്സരിപ്പിക്കാൻ പറഞ്ഞയച്ചതും എൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ്. സോ അദ്ദേഹത്തിന്റെ ആഗ്രഹവും അനുഗ്രഹവും എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്, 2 സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. അതിലേത് ഗുണമായി ഏത് ദോഷമായി എന്നുള്ളത് എല്ലാം അടിപൊളിയായിരുന്നു, എല്ലാം ഗംഭീരായിരുന്നു. ഇപ്പൊ എറണാകുളത്തേക്ക് പിന്നെ ഉദ്ഘാടനത്തിന് ശേഷം പോയിട്ടില്ല. റീലൊക്കെ ഇട്ട് ഗംഭീരാക്കിട്ട് പിന്നെ അതിന്റെ ഫോട്ടോസിന് ഫുള്ളി ഷെയർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴേക്കും ഇവിടെ ഇലക്ഷൻ ആയി. ഫോട്ടോ ഇല്ല. ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ പ്രൊഫഷൻ? നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എനിക്കൊന്ന് ഹൈക്കോർട്ടിൽ ഒന്ന് ആർഗ്യൂ ചെയ്യാനുള്ള ഒരു അവസരം യഥാർത്ഥത്തിൽ ഉണ്ടായില്ല. ഹൈക്കോർട്ടിൽ എനിക്ക് അങ്ങനെ ഒരു ആർഗ്യുമെന്റിനോ അങ്ങനെ ഒന്ന് പോകാൻ സമയം കിട്ടിയിട്ടില്ല. കൊറോണയുടെ സമയത്ത് ഓൺലൈനായിട്ട് അപ്പിയർ ചെയ്തതല്ലാതെ എനിക്ക് ഇൻവോൾവ് ആയിട്ട് അവിടെയുള്ള പ്രാക്ടീസിനെ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. നിലപാടുകൾ തുറന്നു പറയുന്നതിൽ തഹ്ലിയ ആരെയും പേടിച്ചിട്ടില്ല എന്നാണ് പൊതുവെ എല്ലാവരും തഹ്ലിയെ കുറിച്ച് പറയുന്ന ഒരു തഹ്ലിയുടെ ഒരു ഇമേജ് അതാണ്. ഞാൻ പറയാനുള്ളത് ശരി തന്റെ ഭാഗത്താണെങ്കിൽ അത് ബോൾഡായിട്ട് പറയാന്നുള്ളതാണ് തഹ്ലിയുടെ ഒരു ഇമേജ്. അപ്പം അത്തരം ഫൈറ്റുകൾ
ഈ പാർട്ടിക്കകത്ത് സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് ലീഗിന്റെ പൂർവ്വകാലമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, അധികം വനിതാ പ്രാതിനിധ്യമൊന്നും ഇല്ലാത്തിടത്തു നിന്നാണ് ഇത്തവണ ഇത്രയും സ്ഥാനാർത്ഥികളെ, വനിതാ സ്ഥാനാർത്ഥികളൊക്കെ ലീഗിന്റെ പാനലൊക്കെ വരുന്നത്. അപ്പം തെഹലിയൊക്കെ നടത്തിയ ഇത്തരം ഫൈറ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു തലമുറ നടത്തിയ ഈ ഫൈറ്റുകളും പാർട്ടിയെ നവീകരിക്കുന്നതിൽ, അതേപോലെ തന്നെ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം ഈ സംഘടനയ്ക്കകത്ത് ഉണ്ടാക്കുന്നതിൽ നിങ്ങൾ കൂടുതൽ പരിഗണിക്കപ്പെടുന്നതിനൊക്കെ കാരണമായി എന്ന് തോന്നുന്നുണ്ടോ? എല്ലാ കാലത്തുമേ, അതിപ്പം എൻ്റെ പാർട്ടിയുടെ കാര്യം മാത്രമല്ല, തലമുറ മാറ്റങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റ് ഓഫ് പിന്നെ ജനറേഷൻ വരുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യം ഹാപ്പൻ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, നമ്മളെ ഫിലിം ഫീൽഡിൽ നടക്കുന്ന ഒരു നവീകരണം, അതൊരു പറ്റം സ്ത്രീകൾ വന്നുകൊണ്ട് അവർ നേരിടുന്ന പ്രശ്നം പറഞ്ഞു. ആ പറഞ്ഞ ആൾക്കാർ ഇപ്പൊ എവിടെയുള്ളത്? അവരത് അനുഭവിക്കുകയാണ്. ഇതിന്റെ ഫ്രൂട്ട്സ് കൊണ്ടുപോകുന്നത് മറ്റൊരാൾക്കാരാ. പക്ഷെ അങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെ എന്തായി, ഇതിനകത്ത് ഒരു പ്യൂരിഫിക്കേഷൻ പ്രോസസ് പോലെ നടന്നു. അതിനകത്ത് ഒരു വലിയ ചേഞ്ച് വന്നു. ശ്വേതാ മേനോൻ എന്തുകൊണ്ടാണ് ഇപ്പം ഒരു വലിയ സംഘടനന്റെ പ്രസിഡന്റ് ആയിട്ട് നിൽക്കുന്നത്? അതിന് കാരണം എന്തായിരുന്നു? അപ്പോൾ അതൊരു ചേഞ്ച് അല്ലേ? കാലം ആവശ്യപ്പെടുന്ന മാറ്റമാണ് സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള ഒരു പിന്നെ ഇടപെടലിലൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ എവിടെ നോക്കിയാലും അതിനാരെങ്കിലുമൊക്കെ കാരണക്കാരാവും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ കാലത്തും അങ്ങനെയാണ്. പിന്നെ അതൊരു തിയറിയാണെന്ന് തോന്നുന്നു എനിക്ക്. അപ്പൊ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുക, ആരെങ്കിലും ചില കാര്യങ്ങൾ വിളിച്ച് പറയുക എന്നൊക്കെ ഉള്ളത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പൊളിറ്റിക്സിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പീസ്ഫുൾനെസ് ആണ്. പീസ്ഫുൾനെസ് എന്ന് പറയുമ്പം എനിക്ക് എന്നോടൊപ്പം നിൽക്കുന്ന ആളുകളോടും ഞാൻ പുലർത്തുന്ന ആശയത്തിനോടും നീതി കാണിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അത് കാണിക്കാതെ എനിക്ക് തുറന്ന് സംസാരിക്കാൻ പോലും കഴിയൂല. എൻ്റെ മനസ്സിൽ വിമുഖത തീർച്ചയായിട്ടും രൂപപ്പെടും. എനിക്ക് എന്നോട് തന്നെ, എൻ്റെ കോൺസൈൻസിനോട് കൃത്യമായിട്ടുള്ള ഉത്തരം പറയാൻ പറ്റാതെ ഒരു ദിവസം കിടന്നുറങ്ങാൻ എനിക്ക് കഴിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കുന്നതിൽ ശരിയുണ്ടെന്ന് തോന്നുക, നീതിപൂർവമായിട്ട് കാര്യങ്ങളെ കാണാൻ പറ്റുക, അത് ആ രൂപത്തിലാണ് ഞാൻ ഇത്രയും കാലം പ്രവർത്തിച്ചിട്ടുള്ളത്. അതിന് എനിക്ക് തന്നിട്ടുള്ള പാഠങ്ങൾ എൻ്റെ നേതൃത്വം തന്നെയാണ്. എൻ്റെ ഞാൻ പിടിച്ച കൊടിയും എൻ്റെ ഫിലോസഫിയും അതിനെനിക്ക് ധൈര്യം തന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ രൂപത്തിലേക്ക് എന്നെ പരുവപ്പെടുത്തുന്നതിൽ എൻ്റെ രാഷ്ട്രീയ നേതാക്കൾക്ക് വലിയ പങ്കുണ്ട്. അത് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. ഇപ്പം തഹലിയൊക്കെ ഈ ഒരു നേതൃനിരയിലേക്കൊക്കെ കടന്നു വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു വിമർശനം, അത് സൈബർ ഇടങ്ങളിലാണെങ്കിൽ പോലും പറയുന്നത് മുൻ നിലപാടുകൾ കോംപ്രമൈസ് ചെയ്തു എന്നാണ്. അങ്ങനെ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടോ തഹലിയ? ഒരിക്കലുമില്ല. ഈ മുൻ നിലപാടുകൾ കോംപ്രമൈസ് ചെയ്തു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആരാണ് എന്ന് നോക്കിയാൽ മതി. ചില കാര്യങ്ങൾക്ക് ഇങ്ങനെ തീരുമാനം ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ള വാശി, അത് കൺവെൻഷണൽ ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ആ കൺവെൻഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഫീൽഡിലുള്ള മാറ്റങ്ങൾ ഉണ്ടായത്. ഈ കൺവെൻഷണൽ വേനെ ബ്രേക്ക് ചെയ്യുന്നത് ആരാ? ഒരു പറ്റം പുതിയ ആളുകളോ അല്ലെങ്കിൽ അവര് അതില് പുതിയ കാലത്തിനോട് സംസാരിക്കുകയോ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആൾട്ടർനേറ്റീവ് പരീക്ഷിച്ചുകൂടാ എന്ന് ചോദിക്കുന്ന ആൾക്കാരോ ആണ്. അപ്പൊ ഈ കൺവെൻഷനലി കാണുന്ന സൊല്യൂഷനുകൾ മാത്രമേ ചില കാര്യങ്ങൾക്ക് ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് വാശി പിടിക്കുന്നവരാണ് ഈ കോംപ്രമൈസ് തിയറി ആയിട്ട് വരുന്നത്. കോംപ്രമൈസ് തിയറി അല്ല. നമുക്ക് വേണ്ടത് എന്താ? ഏത് വിഷയത്തിലാണെങ്കിലും ആ വിഷയത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് നീതി ലഭിച്ചു എന്നുള്ള തോന്നൽ വരണം. ഒന്ന്. രണ്ടാമത്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ഇനി വേറൊരാളുമായി ബാധിക്കുന്ന വിഷയമല്ല എങ്കിൽ എന്തുകൊണ്ട് പരിഹാരം ഉണ്ടായിക്കൂടാ എന്നുള്ള രൂപത്തിലുള്ള ഇടപെടലുകളാണ് ഉണ്ടായത്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ സംസാരിക്കുന്ന ഈ നിമിഷം വരെ അങ്ങനത്തുള്ള കോംപ്രമൈസുകളല്ല, പീസ്ഫുള്ളി ഉള്ള പിന്നെ പരിഹാരങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഉൾക്കൊള്ളാൻ മടിയുള്ള, വീണ്ടും വീണ്ടും അത് ചർച്ചക്കെടുത്ത് അത് വിഷയമാക്കി അവതരിപ്പിച്ചുകൊണ്ട് ആളുകളുടെ ഇടയിൽ നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതിൽ ഒരിക്കലും, അവർ മരിച്ചു പോകുന്നവരെ ഇതിൽ സൊല്യൂഷൻ കാണാൻ പറ്റില്ല. തഹലിയുടെ ഒരു വ്യൂ പറയുകയാണെങ്കിൽ സതികരെ തങ്ങൾ അധ്യക്ഷനായി വന്ന ശേഷം പാർട്ടിക്ക് എന്ത് മാറ്റം വന്നു? ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എനിക്ക് മുൻകാല പ്രസിഡന്റുമാരെയൊക്കെ ഞാൻ ദൂരെ നിന്ന് കണ്ട്, എനിക്ക് ബഹുമാന്യനായിട്ടുള്ള പാണക്കാട് സെയ്ദ് ശിഹാബ് തങ്ങൾ, ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ എൻ്റെ സ്കൂളിൽ വന്നിട്ടുണ്ട്. അന്ന് അദ്ദേഹത്തിന് ഒരു ഫ്ലവർ കൊടുക്കാൻ പോയിട്ടുണ്ട്. ആ ഒരു പരിചയം എനിക്കുള്ളൂ. പിന്നെ ഹൈദരലി തങ്ങൾ എടുത്ത് പോയിട്ട് അദ്ദേഹം രോഗാവസ്ഥയിലായിരുന്നല്ലോ ആ ഒരു സമയത്തൊക്കെ.
അപ്പോൾ പക്ഷെ ഞാൻ കൂടുതലായിട്ട് എനിക്കൊരു അടുത്ത് നിന്ന് സംസാരിക്കാൻ അവസരം കിട്ടിയ എൻ്റെ നേതാവ് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. അപ്പം എൻ്റെ അനുഭവം യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ള പ്രസിഡന്റുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ വന്നതും നമ്മൾ ഈ ഒരു രാഷ്ട്രീയ യാത്രയും അദ്ദേഹത്തിന്റെ ഇടപെടലിലൂടെ ഉള്ളതാണ്. അതിൽ പാർട്ടിക്ക് എന്ത് മാറ്റം വന്നു? മാറ്റം എന്ന് പറയാൻ, ഞാൻ അദ്ദേഹത്തിന്റെ ആ ഒരു ജേണിയിൽ ഒപ്പം നടന്ന ആളായതുകൊണ്ട് പഴയ കാലത്തിനെ കമ്പയർ ചെയ്തിട്ട് പറയാൻ എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് പുതിയ കാലത്തിനെ വായിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന വലിയ മാജിക്കൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു നേതാവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ പേരാമ്പ്ര മത്സരിക്കാൻ പോകുന്ന ആ സമയം വരെ പേരാമ്പ്രയിലെ കാൻഡിഡേറ്റ് ആകും ഞാൻ എന്നുള്ളതിന് ഒരു ചെറിയ സൂചന പോലും എനിക്ക് ലഭിച്ചിട്ടില്ല. എനിക്ക് അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാനോ അവിടെ എന്താ അങ്ങനെ ഒരു സൂചന എനിക്ക് തന്നിട്ടില്ല. പക്ഷെ അവിടേക്ക് ഇറങ്ങിയത് എനിക്ക് അവിടെ ഒരു സ്പേസ് ഉണ്ട് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കിയിട്ടാണ്. ഒരു പക്ഷേ സ്ഥാനാർത്ഥിയായിട്ടുള്ള എനിക്ക് മനസ്സിലാവുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹം മനസ്സിലാക്കി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ അസാമാന്യമായിട്ടുള്ള കഴിവായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഒരു വലിയ നമ്മളെ പ്രതിഷ്ഠിച്ച് വെച്ചിട്ടുള്ള ഒരു സ്ക്വയർ ഉണ്ടല്ലോ, അതിനപ്പുറത്തേക്ക് നമ്മളെ കുറിച്ച് മനസ്സിലാക്കുകയും ചിന്തിക്കുകയും നമ്മളെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏരിയയിൽ നമ്മളെ നിർത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു ലീഡറെ കപ്പാസിറ്റിയാണ്. നമ്മൾ വായിക്കാത്ത ഏരിയയിൽ നമ്മളെ വായിക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു മാഗ്നിഫിഷ്യൻ കപ്പാസിറ്റി ഉള്ള ഒരു നേതാവാണ് ഞങ്ങളെ പ്രസിഡന്റ്. കോൺഗ്രസിലെ ഷാഫി പറമ്പിലാണ് ലീഗിൽ തഹലിയ എന്ന് പറയുന്നതിനോട് എന്താ പറയാനുള്ളത്? ഷാഫിക്ക വേറെ ലെവല് മനുഷ്യനാ. അതിനോട് എന്നെ ഇക്വേറ്റ് ചെയ്യുമ്പോ എനിക്ക് അറിയില്ല അതിനെ കുറിച്ച് പറയേണ്ടത്. ഷാഫിക്ക ഇസ് ട്രൂലി വേറെ ലെവലിൽ പോകുന്ന ഒരാൾ തന്നെയാണ്, അതിലൊരു സംശയമില്ല. അദ്ദേഹം എവിടെ പോയാലും പാൻ കേരള ഇമേജ് അദ്ദേഹത്തിന്റെ കൂടെ അത്രയും ഫാൻ ബേസ് ഉള്ള ഒരാളാണ്. അപ്പം അതിന് ആ ലെവലിൽ തന്നെ കാണട്ടെ. താഹിലേക്ക് ഫാൻ ബേസിനൊന്നും ഒരു ഓർവില്ല, കാരണം എവിടെ പോയാലും നമ്മളൊരു ക്രൗഡ് പുള്ളർ ആയിട്ടാണ് ആളുകൾ കാണുന്നത്. അപ്പം ആ ഒരു ഇമേജ് അതൊരു ഭാരമായിട്ട് തോന്നുന്നുണ്ട്. ഭാരമൊന്നുമല്ല, അത് ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, തെരഞ്ഞെടുപ്പിൽ ആൾക്കാരാണ് എന്നെ കൊണ്ടുപോയത്. എനിക്ക് ഒട്ടും എനർജി ലോസ് ചെയ്തിട്ടില്ല. ഇന്നിപ്പോൾ എന്നോട് ആൾക്കാർ ചോദിച്ചു, എലക്ഷൻ കഴിഞ്ഞു, ഞാനൊരു സെക്കൻഡ് എവിടെയും നിന്നിട്ടില്ല. ആൾക്കാർ വീണ്ടും എന്നെ ഈ മീഡിയയിലൂടെ കാണുന്നുണ്ട് ഓടി നടക്കുന്നത്. ആ എനർജി യഥാർത്ഥത്തിൽ ആളുകളുടെ ഭാഗത്തുനിന്ന് വരുന്നതാണ്. ഒരു സ്ഥലത്ത് ഇറങ്ങിയാൽ ആ ആൾക്കൂട്ടം നമ്മളെ അങ്ങനെ കൊണ്ടുപോകും. ചിലപ്പം ചില ആൾക്കാർ വന്ന് എനിക്ക് ഷെയ്ക്ക് ഹാൻഡ് തരലുണ്ട്. എനിക്ക് ആ സമയത്ത് തോന്നുന്നു എൻ്റെ വിരലുകളൊക്കെ ഇതാ ഇങ്ങനെ പൊടിഞ്ഞു പോവാണ്. കാരണം അത്രയും എനർജിയിൽ വന്നിട്ടാണ് അവർ ഷെയ്ക്ക് ഹാൻഡ് തരിക. അത് അവർ നമ്മളെടുത്ത് കാണിക്കുന്ന, നമ്മളെ കാണുമ്പം കാണിക്കുന്ന സ്നേഹമാണ്. അത് കയ്യിൽ അവർ പിടിച്ചമർത്തുമ്പം അതെനിക്ക് ആ ഫുൾ എനർജിയാണ് വരുന്നത്. വന്നിട്ട് അടിക്കും, ഹലോ എന്ന് പറഞ്ഞു കണ്ട് കെട്ടിപ്പിടിക്കും. അപ്പോഴൊക്കെ ഞാൻ ഇപ്പൊ തീർന്നു പോകുന്നു വിചാരിക്കല്ലോ. പക്ഷെ അതൊക്കെ യഥാർത്ഥത്തിൽ ഇമോഷൻസ് ആണ്. ആ ഇമോഷൻസിനെ ഞാൻ വളരെയധികം വില കൽപ്പിക്കുന്നുണ്ട്. ആളുകളുടെ സ്നേഹം ഇത്രയും കാലം ഞാൻ എൻ്റെ ഇന്ധനം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഈ ആളുകൾ തന്നെയാണ്. എവിടേക്കോ ഉള്ള ആളുകൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിളിച്ച് പറയുന്നു, ഇവിടെ പേരാമ്പ്രയിലുള്ള ആൾക്കാരോട് വോട്ട് ചെയ്യണമെന്ന് പറയുന്നു. ചെറിയ വിഷയം വരുമ്പോൾ, ഇപ്പം നിങ്ങൾക്കറിയാലോ, സ്ട്രോങ് റൂമുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ വിഷയം വന്നപ്പോൾ എത്ര ആൾക്കാരെ പാനിക് ആയിട്ടുള്ളതെന്ന് അറിയോ? അപ്പൊ അതൊക്കെ അവരുടെ സ്നേഹവും പ്രാർത്ഥനയാണ്. അങ്ങനെ പ്രാർത്ഥന കിട്ടുക എന്ന് പറയുമ്പം അതിനെ നമ്മൾ പിന്നെ വലിയ ബുദ്ധിമുട്ടായി എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. അത് അവരുടെ സ്നേഹമാണ്. അതിനെ എല്ലാവർക്കും കിട്ടുന്ന കാര്യമല്ലല്ലോ, അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. ഇപ്പം രാഷ്ട്രീയക്കാരി, കൗൺസിലർ, അപ്പം ഇതിനപ്പുറത്തേക്ക് എന്താണ് ഫാത്തിമ തഹലിയ? അഭിഭാഷകയാണ്. മൂന്ന് കാര്യങ്ങൾ ഞാൻ മാറ്റി വെച്ചു. അപ്പുറത്തേക്ക് എന്താണ് തഹലിയ? എനിക്ക് മ്യൂസിക്കിലൊക്കെ കമ്പുള്ള ഒരാളാണ് ഞാൻ. അത്യാവശ്യമൊക്കെ പാടുമായിരുന്നു. അതൊന്നും ആർക്കും അറിയാത്ത കാര്യങ്ങളായിരിക്കും. ഞാൻ ഒരു പക്ഷെ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ആ ഫീൽഡ് ഞാൻ സ്റ്റോപ്പ് ചെയ്തത്. കുറച്ചൊക്കെ എഴുതും, എഴുത്തിഷ്ടാണ്. പ്രസിദ്ധീകരിച്ചു വന്നത് കുറവാണ്. അതിങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. ഏതെങ്കിലും വേദിയിൽ പാടിയിട്ട് ഞാൻ ബീസോണിന്റെ ഒക്കെ അത്യാവശ്യം പിന്നെ ആ ഒരു ഓളുള്ള ആളാണ്. ബീസോൺ, കേരളോത്സവത്തിന്റെ സ്റ്റേറ്റ് ലെവലിൽ വരെ പാടുകയും പറയുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇംഗ്ലീഷ് വേഴ്സിഫിക്കേഷൻ എഴുതാൻ ഇഷ്ടമാണ്, പാടാൻ ഇഷ്ടമാണ്, പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. കുറച്ച് അങ്ങനെ ഒരു ഫാന്റസി വേൾഡിലൊക്കെ സഞ്ചരിക്കുന്ന ഒരാളാണ്. അപ്പം ഒരു രണ്ടുപേര് അത് പറയരുത്, അത് നിർത്തി. ഫാത്തിമ തഹലിയ ഒരു വലിയ പേരാ.
ആളുകൾ എന്തെങ്കിലും പ്രയാസം പറഞ്ഞിട്ടുണ്ടോ? അതെ, ഈ അഡ്വക്കേറ്റ് ഫാത്തിമ തെഹ്ലിയ ഈ പരിപാടിക്ക് ഉദ്ഘാടനം നടത്തും എന്ന് പറഞ്ഞ ആൾക്കാർ കാത്തു നിൽക്കുകയാണ്. എന്നെ സ്ക്രീനിലൊക്കെ കണ്ടവർക്ക് ഞാൻ വലിയൊരാളാണ്. എന്നിട്ട് അവിടെ എത്തുമ്പം ഇവരുണ്ടാവും ഇങ്ങനെ കാത്തുനിന്ന്. എന്നിട്ട് അവരെ വിളിച്ചിട്ട് ഹലോ ഞാനാട്ടോ ഫാത്തിമ തെഹ്ലിയ എന്ന് പറയേണ്ട അനുഭവങ്ങൾ കുറേ തവണ വന്നിട്ടുണ്ട്. ഇത്ര ചെറിയ ആളാണോ എന്ന് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. എന്നെ സ്ക്രീനിൽ നമ്മളെ ഫേസ് മാത്രമല്ലേ കാണുന്നുള്ളൂ, പക്ഷെ ഞാൻ വളരെ ഷോർട്ടായിട്ടുള്ള ആളാണ്. പക്ഷെ നമ്മൾ ഒരു ഹൈറ്റ് ആയിരിക്കും അല്ലെ, കാണുമ്പോഴും ഇത്രേ ഉള്ളൂ ഇങ്ങനെ ഒരാള്, കുഞ്ഞൊരാള്. അപ്പം അങ്ങനെ വലിയ പേരും ആ പേരിന് ഒത്തിട്ടുള്ള ശരീരവും എനിക്കില്ലാന്ന് തോന്നിയിട്ടുണ്ട്. പേരാമ്പ്ര മത്സരിക്കുമ്പം എനിക്ക് ഹൈറ്റ് ഇല്ലാത്തതൊരു വലിയ വെല്ലുവിളിയായിട്ട് തോന്നിയിട്ടുണ്ട്. ഇറങ്ങി അന്ന് മുതൽ അവിടെ ഒക്കെ കുറച്ചുകൂടെ ടോളായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം കസേര അട്ടിക്ക് വെച്ചിട്ട് അതിന്റെ മുകളിൽ കയറി നിന്നിട്ടാണ് ഞാൻ കുറേ സ്ഥലത്ത് സംസാരിച്ചിട്ടുള്ളത്. എന്നെ കാണില്ല, ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ കാണാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പം ഒരുപാട് ആരോപണങ്ങൾ പല രീതിയിലൊക്കെ വരും. സൈബർ ആക്രമണങ്ങളാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. അതാണ് ഒരാൾ അറ്റാക്ക് ചെയ്യാൻ സോഷ്യൽ മീഡിയയിൽ എഴുതി പൊലിപ്പിക്കാന്നുള്ളതാണ്. അപ്പം അത്തരം അറ്റാക്കുകളൊക്കെ വരുമ്പോൾ പേഴ്സണലി വിഷമം തോന്നാറുണ്ട്. കാരണം ഇത് 4 ആൾ ഇവിടെ ഈ കവലയിൽ നിന്ന് പറയുന്നതിനേക്കാളും സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ കൂടുതൽ ആളുകൾ കാണും അത്. അപ്പം അത് വേദനിപ്പിച്ചിട്ടുണ്ട്. പോസ്റ്റ് ട്രൂത്ത് കാലാണല്ലോ, ആൾക്കാർ എന്തും പറയും. ഈ നുണകളൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകളിലേക്ക് എത്തുമ്പോൾ അവർ വിശ്വസിച്ചു പോകുന്നുണ്ടോ എന്നുള്ള ആശങ്ക എനിക്ക് ഒരുപാട് സമയത്ത് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പം ഒരു വീഡിയോ കാണുകയാണ്. എന്നിട്ട് അവൻ എനിക്ക് എടുത്ത് അയച്ചു തരികയാണ്, നീ ഇതിലൊന്നും പ്രതികരിച്ചിട്ടില്ല എങ്കിൽ ആളുകൾ ഇതൊക്കെ വിശ്വസിക്കൂട്ടോ. അതായത് ഇപ്പം ആർക്ക് വേണമെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങാം, ആർക്ക് വേണമെങ്കിലും എന്തും പറയാം. ഇപ്പൊ ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു വന്ന കാര്യങ്ങളൊക്കെ വളച്ചൊടിച്ച് പുതിയ കാലത്ത് ഇവർ കൊണ്ടുവരുന്നും പറയുന്നുണ്ട്. അപ്പൊ എല്ലാത്തിനോടും പ്രതികരിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ സമയം കിട്ടില്ല. അതിന് വേണ്ടിയിട്ട് ഒരു ഫുൾ ടൈം ഓഫീസ് ഞാൻ റൺ ചെയ്യേണ്ട അവസ്ഥയാണ്. അത്രമാത്രം സൈബർ അറ്റാക്കുകളും ബുള്ളിങ്ങുകളും ഫോൾസ് ഇൻഫർമേഷനും കൺവേ ചെയ്യപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതിന് പരിഹാരം കാണാൻ എനിക്കല്ല, ഇത് സ്റ്റേറ്റ് ലെവല് ഓർഗനൈസ് ചെയ്തുകൊണ്ട് ഇതിലൊരു നിലപാടെടുക്കേണ്ടതാണ്. ഞാൻ ആഗ്രഹിക്കുന്നു UDF അധികാരത്തിൽ വരികയാണെങ്കിൽ എന്നെ പോലെയുള്ള സ്ത്രീകൾക്ക് ഇത്തരത്തിൽ വരുന്ന സൈബർ അറ്റാക്കിന് കേസുകൾ കൊടുത്ത് അതിന്റെ പിന്നാലെ നടക്കുന്നതിന് പകരമുള്ള പരിഹാരം കാണാൻ മന്ത്രിസഭയിലൂടെ ഒരു ശ്രമം നടത്തണം എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ കയ്യിൽ അതിൽ കൃത്യമായിട്ടുള്ള പദ്ധതിയുണ്ട്. അത് നടപ്പിലാക്കിയാൽ തീർച്ചയായിട്ടും കേരളത്തിൽ പൊതുരംഗത്തേക്ക് വരുന്ന ഓരോ ആളുകൾക്കും അതൊരു വലിയ സമാധാനത്തിന്റെ കാരണമാകുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത്യാവശ്യമുള്ള കാര്യമായിരുന്നു. തീർച്ചയായിട്ടും അത് 100% നമ്മളെ കൊണ്ട് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. സ്റ്റേറ്റ് അത് ഒരു വലിയൊരു തീരുമാനം എടുത്താൽ അതിൽ വലിയ പരിഹാരം കാണാൻ പറ്റും. ഇപ്പം UDF എന്തായാലും അധികാരത്തിൽ വരുമെന്നുള്ളൊരു പ്രതീക്ഷ മൊത്തത്തിൽ എല്ലാവർക്കും വെച്ച് പുലർത്തുന്ന ഒരു സമയം കൂടിയാണ്. എന്തൊക്കെയാണ് ഇപ്പം വരാനിരിക്കുന്ന സർക്കാരിനെ കുറിച്ച് തഹ്ലിയുടെ പ്രതീക്ഷ? എനിക്ക് ഒന്നാമത്തെ കാര്യം ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ, സ്ത്രീകൾ എന്നുള്ള അർത്ഥത്തിൽ നമ്മളൊരു പൊതുസമൂഹത്തിലേക്ക് പ്രവർത്തിക്കുന്ന വ്യക്തികൾ നമ്മൾ കാണുന്ന കാഴ്ചകളുണ്ട്. നമ്മൾ ഡീപ്പ് റൂട്ടഡ് ഓരോ വീട്ടിലെയും കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇപ്പം ഞാനൊരു കൗൺസിലർ കൂടിയാണ്. അപ്പം എനിക്ക് ഓരോ വീട്ടിലെയും അടുക്കള വരെയുള്ള കാര്യങ്ങൾ അറിയാം. അപ്പം അവർ നേരിടുന്ന ആ ഇഷ്യൂക്ക് ഏതൊക്കെ രൂപത്തിൽ പരിഹാരം കാണാൻ പറ്റും. ഇപ്പം പലരും നേരിടുന്ന പ്രയാസങ്ങൾ അടിസ്ഥാനപരമായിട്ടുള്ളതാണ്. ഇപ്പം ഈ 2 ടേം കഴിഞ്ഞിട്ടും പല വിഷയങ്ങൾക്കും പരിഹാരമില്ലാത്ത ഒരു ഒരുപാട് സ്ത്രീകൾ എന്ന് പറയുമ്പോൾ പൊതുസമൂഹത്തിലെ കാതലായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ കൈകളിലൂടെയാണ് പോകുന്നത്. അപ്പം അങ്ങനത്തെ വിഷയങ്ങളിലൊക്കെ അടിയന്തരമായിട്ടുള്ള പരിഹാരം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മളെ നാട്ടിൽ നിൽക്കുന്ന ലഹരി. അതിൻ്റെ വ്യാപനം നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കേണ്ടതാണ്. ഇപ്പം ഞാൻ പേരാമ്പ്ര മത്സരിക്കുമ്പം എൻ്റെ ഓപ്പോസിറ്റ് കാൻഡിഡേറ്റ് ആയിട്ടുള്ള TP രാമകൃഷ്ണൻ സാറ്, അദ്ദേഹം മുൻ എക്സൈസ് മന്ത്രിയായിരുന്നു. അദ്ദേഹം എക്സൈസ് മന്ത്രി ആയതിന് പിന്നാലെയാണ് കേരളത്തിലെ ഡ്രഗ് വ്യാപനം കൂടിയത്. അതൊന്ന് കണക്കെടുത്ത് നോക്കിയാൽ മതി, ഞാൻ വെറുതെ പറയുന്ന കാര്യമല്ല. അതിനുശേഷം വന്നിട്ടുള്ള കേസുകളുടെ എണ്ണം എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിലേക്ക് ഇത്രമാത്രം ഡ്രഗുകൾ എത്തുന്നത്? സിന്തറ്റിക് ഡ്രഗ്സിന്റെ വ്യാപനം എങ്ങനെയാണ് കൂടി വരുന്നത്? ഇപ്പം ഞാൻ കോഴിക്കോട് കോർപ്പറേഷനിലെ സിറ്റി, അതായത് ബീച്ചും ഒക്കെ ആയി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലത്ത് ഇതിന്റെ ഹാർഡ് പൊസിഷനിൽ നിൽക്കുന്ന കൗൺസിലറാണ്. ഇത് കുറച്ചുകൂടെ മനസ്സിലാവും ഇവിടെ. അതെ, അപ്പൊ ഇവിടെയൊക്കെ എത്രമാത്രം വിപുലമായിട്ടാണ് ഈ MDMA പോലെയുള്ള സിന്തറ്റിക് ഡ്രഗ്സ് വിതരണം ചെയ്യുന്നത് നോക്കണം. അപ്പോൾ ആളുകൾക്ക്, സ്ത്രീകൾക്ക് പേടിയാകും. ഇപ്പം എങ്ങനെ ഒരാളോട് സംസാരിക്കാൻ വരുമ്പം ആ വ്യക്തിയിൽ ഇപ്പം മദ്യപിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, അറ്റ്ലീസ്റ്റ് സ്മെല്ല് ഉണ്ടാവും, അല്ലെങ്കിൽ ആളുടെ ബിഹേവിയറൽ ചേഞ്ച് ഉണ്ടാവും. ഈ സിന്തറ്റിക് ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആളുകൾ അത് യൂസ് ചെയ്തെന്ന് പോലും നമുക്കറിയില്ല.
അപ്പം അത്തരത്തിൽ വ്യാപകമായിട്ടുള്ള ലഹരികളുടെ വിഷയത്തിൽ നടപടിയെടുക്കാൻ ഒരു പക്ഷേ നമുക്ക് സാധിക്കുമായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇന്ധനക്ഷാമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അരി വേവണ്ടേ, വീട്ടിൽ സാധനങ്ങൾ വാങ്ങണ്ടേ, എമ്മാതിരി വിലയാ ഇപ്പൊ സാധനങ്ങൾക്ക്. വീടുകള് ഇപ്പൊ നമ്മളൊക്കെ പറയുന്നുണ്ട് ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, എവിടെ ഇപ്പൊ വീടുകളില്ലാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ട്. അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തു എന്നാ പറയുന്നത്. കാണിച്ചു തരാം ഞാൻ, കോഴിക്കോടേക്ക് വരൂ നിങ്ങൾ. ഇപ്പൊ പേരാമ്പ്രയിൽ ഞാൻ കാണിച്ചു തന്നല്ലോ വീടുകള്. അവിടെ ആളുകള് പിന്നെ എത്രയോ തവണ അപേക്ഷിച്ചിട്ടും വീടുകൾ നൽകാത്ത സ്ഥലങ്ങളുണ്ട്. നല്ല മേൽക്കൂരയില്ലാതെ ചോർന്നൊലിക്കുന്ന വീടുകളുണ്ട്. അതൊക്കെ കേരളത്തിന്റെ കാഴ്ചയാണെന്നേ. ഇതൊക്കെ പ്രഖ്യാപനം കൊണ്ട് മാറ്റുന്നതല്ല, നല്ല പേരിട്ടുകൊണ്ട് മാറ്റേണ്ടതല്ല. ഇപ്പം നിങ്ങൾക്കറിയാം, നമ്മള് പിന്നെ ഈ കോളനികളുടെയൊക്കെ പേരുകൾ മാറ്റിയിട്ടുണ്ടായിരുന്നു, ഉന്നതികളാക്കി. ഉന്നതി എന്ന് പേരിട്ടാ പോരാ, അതിനെ എന്താ നമ്മള് പിന്നെ അവിടെയൊക്കെ താമസിക്കുന്ന ആളുകള് ഉന്നതികളിലേക്ക് പോയി എന്ന് പറയുമ്പം അതിൽ പേരില് നല്ല ഉയർച്ചയിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അവരുടെ അവസ്ഥ എന്താ? പല സ്ഥലങ്ങളിൽ പോയപ്പോ എനിക്ക് വളരെ സങ്കടം തോന്നിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങളില് സ്ത്രീകള് കുടം എടുത്തിട്ട് താഴേന്ന് പോയി വെള്ളം കൊണ്ടുവരിക. ഇപ്പോഴും വെള്ളം എത്താത്ത വീടുകൾ ആലോചിച്ച് നോക്കണം, വൈദ്യുതി എത്താത്ത വീടുകൾ, ഇതൊക്കെ കേരളത്തിലുണ്ട്. അപ്പം ഇതൊക്കെ ഒരു കൗൺസിലർ, അടിസ്ഥാന ഭാഗത്തിൽ നിന്ന് പോകുന്ന ഒരു വ്യക്തി എന്നുള്ള രൂപത്തിൽ ഗവൺമെന്റിൽ നിന്ന് ഒരു പരിഹാരം, അടിയന്തര പരിഹാരം എന്നുള്ള രൂപത്തിൽ കുറേ സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കാനുണ്ട്. അവിടെയൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാനുണ്ട്. പലതും ഉപയോഗിക്കാതെ ശൂന്യമായി കിടക്കുന്നതുണ്ട്. അപ്പം ആ രൂപത്തിലുള്ള ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭാവന UDF ഗവൺമെന്റ് വന്നാൽ തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പം തഹലിയെ കുറിച്ചൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, ഇപ്പം തഹലിയുടെ ഒരു അപ്പിയറൻസ് അതെല്ലാവരും വേഗം ശ്രദ്ധിക്കും. കാരണം പെട്ടെന്ന് എല്ലാവരും നമുക്ക് വളകളിലേക്കൊക്കെയാണ് ഇങ്ങനെ ഒരുങ്ങി നടക്കുന്ന ഇഷ്ടം. വളയല്ല, അതെ അതെ, ഞാൻ എപ്പോഴും ആ വളയാണ് യൂസ് ചെയ്യാറുള്ളത്. ഒരുങ്ങി നടക്കുക എന്നുള്ളതല്ല, എനിക്ക് നിറങ്ങളെ ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ഡ്രസ്സിങ്ങിലൊക്കെ ശ്രദ്ധിക്കുന്ന ആൾ തന്നെയാണ്, അതിലൊന്നും ഒരു ഡൗട്ടും ഇല്ല. ഇപ്പൊ എല്ലാ സ്ത്രീകളെയും പോലെയാണ് ഞാനും. ഇപ്പൊ നമുക്കൊരു തലവേദന വന്നാല് 4 ഡ്രസ്സ് ഒന്ന് വെറുതെ ഒന്ന് നോക്കിയാൽ സമാധാനം കിട്ടുന്ന ആൾക്കാർ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ശരിയാണ്, നമ്മള് അതായത് സ്ത്രീകളുടെ മാനസികാവസ്ഥയും പുരുഷന്റെ മാനസികാവസ്ഥയും വ്യത്യസ്തമാണ്. അത് രണ്ടിന്റെയും ഹീലിംഗ് കപ്പാസിറ്റിയും വ്യത്യസ്തമാണ്. നമ്മള് ഫിസിക്കലി ഫിറ്റ് ആണെന്ന് തോന്നുമ്പേ നമ്മൾ മെന്റലി ഫിറ്റ് ആവുള്ളൂ. പുരുഷന്മാർക്ക് അങ്ങനെയല്ല. പുരുഷന്മാർക്ക് മെന്റലി ഫിറ്റ് ആവണമെങ്കിൽ അവർ ഫിസിക്കലി ഫിറ്റ് ആവണം എന്നില്ല. അത് രണ്ടും ഡിഫറെന്റാ. നമുക്ക് ചില കാര്യങ്ങളിൽ നമ്മളുടെ മാനിഫെസ്റ്റേഷൻ നിർബന്ധമാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഡ്രസ്സിങ്ങിലൊക്കെ ശ്രദ്ധിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. നിറങ്ങൾ ഇഷ്ടമാണ്, വളകളെ ഇഷ്ടമാണ്, പല കളറിലുള്ള വളകൾ. ഇനി ഞാൻ അതിനപ്പുറം ഒരു കാര്യം കൂടെ പറയട്ടെ. ഞാൻ ഉപയോഗിക്കുന്ന ആ വളകളില്ലേ, അതെന്റെ +2 കാലം മുതലുള്ള വളകളാണ്. എല്ലാം കരുതി വെക്കും. എന്റെ ഒരു സാധനവും മോശമായി പോവാറില്ല, കേടാവാറില്ല. എല്ലാത്തിനെയും അതേപോലെ കരുതി വെക്കുന്ന ഒരു ഹാബിറ്റ് എനിക്കുണ്ട്. എല്ലാം എടുത്തു വെക്കുന്ന, സൂക്ഷിച്ചു വെക്കുന്ന ഒരു ഹാബിറ്റ് എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു സാധനവും മോശമായി പോവാറില്ല. എടുത്തു വെച്ച് കുറേ സാധനങ്ങൾ ഇങ്ങനെ സ്വരുക്കൂട്ടി വെക്കുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെത്. മാറ്റി ഉപയോഗിക്കും. വളകളൊക്കെ അങ്ങനെ ഉപയോഗിക്കാറ് റയറാണ്. എപ്പോഴും കാണുന്ന ആ വളല്ലേ അതന്നെ ഉപയോഗിക്കാറുള്ളൂ. ഇതിപ്പം കണ്ടപ്പോ ഇന്ന് എന്നും ഒന്നല്ല ഇടുന്നതെന്ന് വിചാരിച്ചിട്ട് മാറ്റിയിട്ടതാണ്. ഈ തിരക്കിനിടയിൽ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യും, എങ്ങനെയാ ഒപ്പിച്ചെടുക്കുന്നത്? ഇല്ല, ഇതൊന്നും തിരക്കിനിടയിൽ പർച്ചേസ് ചെയ്തല്ല. ഇതാ പറഞ്ഞത്, അന്നേ ഉള്ള സാധനങ്ങളാ. എന്റെ കൂടെയുള്ള എന്റെ ഫ്രണ്ട്സ് ഇല്ലേ, എന്റെ കൊളീഗ്സ് ആയിട്ടുള്ള ആൾക്കാർ, മുഫീദ് നജ്മി ഒക്കെ എപ്പോഴും പറയും എന്റെ സാധനങ്ങളൊക്കെ ഇന്നലെ വാങ്ങിയ സാധനങ്ങൾ പോലെ ഉണ്ടാവും. ഞാൻ ഉപയോഗിക്കുമ്പോൾ സെയിം സാധനങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുക. പക്ഷെ എന്റെ സാധനങ്ങളെ ഞാൻ അത്രയും ക്ലിയർ ആയിട്ട് കൊണ്ട് നടക്കാറുണ്ട്. അതിപ്പോ ഡ്രസ്സാണെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളാണെങ്കിൽ, ബാഗ് ആണെങ്കിലൊക്കെ ഒന്നും നശിച്ചു പോകാറില്ല. എല്ലാം ഇനി അതങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഇത്രയും കാലം അതിലൊക്കെ ഞാൻ ടൈം കണ്ടെത്തിയിരുന്നു. എന്റെ ഹീലിംഗ് ടൈമില്ലേ, നമ്മൾ ഓരോരുത്തർക്ക് ഹീലിംഗ് ടൈം എന്ന് പറഞ്ഞാല് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെയാണ്. എല്ലാം വൃത്തിയാക്കി വെക്കുക, എടുത്തോടുത്ത് വെക്കുക, സാധനങ്ങളൊക്കെ ഫ്രഷ് ആക്കി വെക്കുക. അപ്പോഴാണ് ആ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കും, എന്റെ മൈൻഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ഹീലിംഗ് ടൈം എന്ന് പറയുന്നത്. അതെ അതെ. ഇപ്പം തഹ്ലിയയുടെ പൊതുവെ രാഷ്ട്രീയത്തിൽ എല്ലാവരും നന്നായിട്ട് പ്രസംഗിക്കുന്ന ആളുകളായിരിക്കും. അപ്പം തഹ്ലിയയുടെ പ്രസംഗത്തിന് ഒരു വേറെ തന്നെ ഒരു രീതി, ഒരു ശൈലി കൂടെ കുറച്ചും കൂടി നമുക്ക് പേഴ്സണലായിട്ടൊക്കെ തോന്നുന്നൊക്കെ കേൾക്കുന്ന ആളുകളൊക്കെ പറയാറുണ്ട്. അങ്ങനെ വലിയ എന്താ പറയുക, ശൗര്യമുള്ളൊരു പ്രസംഗത്തിനപ്പുറത്തേക്ക് കുറച്ചും കൂടി ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണെന്നൊക്കെ പറയുന്നത്. അപ്പം എന്താണ് ആ ശൈലിക്ക് വേണ്ടി?
ശൈലിക്ക് പിന്നിൽ എന്താന്ന് വെച്ചാൽ അറിയില്ല. മാക്സിമം ഉള്ളു തുറന്ന് സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട്. എൻ്റെ ഉള്ളിലുള്ളതേ ഞാൻ പറയാറുള്ളൂ. അങ്ങനെ സംസാരിക്കാറുണ്ട്. അപ്പം അത് ഒരു പക്ഷേ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. പിന്നെ ഞാനൊരു പ്രാസംഗികയായിട്ട് വന്ന ആളൊന്നുമല്ല, പക്ഷെ എനിക്ക് പ്രസംഗിക്കാനാണ് ആദ്യ ഘട്ടങ്ങളിലൊക്കെ അവസരം ലഭിച്ചത്. അപ്പോൾ എൻ്റെ ഉള്ളിലൊരു പ്രസംഗ ശൈലി രൂപപ്പെട്ടത് യഥാർത്ഥത്തിൽ അവസരങ്ങളിലൂടെയും പാർട്ടി തന്നിട്ടുള്ള ഇടപെടലിലൂടെയൊക്കെ തന്നെയാണ്. അപ്പം ഓരോ വിഷയങ്ങൾ വരുമ്പോഴും അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നു, അതിനെക്കുറിച്ച് പറയാൻ ശ്രമിക്കുന്നു, അതെങ്ങനെ എന്നെ ബാധിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഏതൊരു വ്യക്തിയും പോലെ ആ വ്യക്തിയിൽ ഒരാളായിട്ട് അതെങ്ങനെ ബാധിക്കുന്നു എന്ന് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായിരിക്കും ലൈഫിൽ ഇപ്പം നമ്മൾ നോക്കുമ്പം തഹല്യ ഭയങ്കര പ്ലസൻ്റ് ആണ്, എപ്പോഴും ചിരിച്ച് ഇങ്ങനെ ക്ലോസ് ആയിട്ട് ഇടപെടുന്ന ആളാണ്. അപ്പം എന്നാൽ എവിടെയെങ്കിലുമൊക്കെ വിഷമിച്ച് ഒരു പ്രതിസന്ധി ഒക്കെ വന്ന ഒരു ഘട്ടമൊക്കെ ഉണ്ടാവും. ലൈഫിൽ ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയൊരു ഇൻസിഡൻറ്റ് എന്താ? വയനാട് ദുരന്ത സമയം. യഥാർത്ഥത്തിൽ എനിക്കതൊരു ട്രോമ ആയിരുന്നു. ഈവൻ ഞാനൊരു ഡോക്ടറെ പോലും കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ വിഷയം പറയുമ്പോൾ തന്നെ ഭയങ്കര പ്രയാസമാണ്. ഞാൻ അത്ര ധൈര്യശാലിയായിട്ടുള്ള ഒരാളല്ല. എൻ്റെ വീട്ടുകാരോടൊക്കെ ചോദിച്ചാൽ അവരറിയും, ഒരു പട്ടി ആ വഴി പോയാൽ പേടിച്ചു പോകുന്ന ഒരാളാണ് ഞാൻ. ഞാൻ വയനാട്ടിൽ ദുരന്ത സമയത്ത് ഉരുള് പൊട്ടി 2ാമത്തെ ദിവസം ഇവിടെ നിന്ന് ലോറിയിൽ കയറിയിട്ടാണ് പോകുന്നത്. ഞാൻ 41 days അവിടെ ഉണ്ടായിരുന്നു. 41 ദിവസം തുടർച്ചയായിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പം അവിടെ പോയി ഞങ്ങളുടെ കളക്ഷൻ പോയിന്റ് ഉണ്ട്. കളക്ഷൻ പോയിന്റിലേക്ക് ഓരോ സാധനങ്ങൾ കൊണ്ടുവരുന്നു. അവിടുന്ന് അടിയന്തരമായിട്ട് ക്യാമ്പിലേക്ക് ഇന്ന സാധനം വേണമെന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകുന്നു. പിന്നെ അവിടെ ആൾക്കാരിങ്ങനെ കാണുന്നില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ അവിടെ പോയിരിക്കുന്നു. എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയുന്നില്ല. മുകളിലേക്ക് പോയിട്ട് അവിടെ എക്സ്കവേഷൻ നടത്തുമ്പം അതിലിടപെടാൻ ഒരു പക്ഷേ എനിക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. അതിന് വേണ്ടിയിട്ടുള്ള നോളജോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കായികപരമായിട്ടുള്ള കാര്യം എനിക്കില്ല. അപ്പം അതിനപ്പുറത്തേക്ക് ആ പോയിന്റിൽ മേപ്പാടി ടൗണിൽ നിന്നുകൊണ്ട് ആ സ്കൂളുമായി ബന്ധപ്പെട്ടിട്ട് അവിടേക്ക് എത്തുന്ന ആളുകൾ, കുടുംബ വീടുകളിൽ താമസിക്കുന്ന ആളുകൾ, ഇവരുടെ അടുത്തേക്കൊക്കെ ചെന്ന് ഇവർക്ക് ആ സമയത്ത് പറയാൻ അറിയില്ല എന്താ പറയേണ്ടതെന്ന്, എന്താണ് അവരുടെ ആവശ്യം എന്ന് പോലും പറയാൻ അറിയില്ല. അപ്പം അങ്ങനെ അവിടെയുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ആദ്യ ദിവസങ്ങളിൽ ഫസ്റ്റ് ഞാൻ ചെന്ന ദിവസങ്ങളിലൊക്കെ ഈ കളക്ഷൻ പോയിന്റിൽ ആളുകൾക്ക് ആവശ്യ സാധനങ്ങൾ എത്തിക്കുക എന്നുള്ളതായിരുന്നു ചെയ്തത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമായപ്പം ഞങ്ങളുടെ മീറ്റിംഗ് വിളിച്ചു. ആ മീറ്റിങ്ങിൽ ഇരിക്കുന്ന സമയത്താണ് കോള് വന്നത്. ഇവിടെ ഈ ബോഡിയൊക്കെ കൊണ്ടുവരുന്ന സ്ഥലത്തേക്ക് ബോഡി കഴുകാൻ വേണ്ടിയിട്ട് പരിചയ സമ്പന്നരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ കുറേ സ്ത്രീകൾ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും വരുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർക്ക് പോകാൻ. അത് സമയം ഏകദേശം ഒരു 4:30 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോൾ വന്ന സമയം തന്നെ ഞാൻ അവിടുന്ന് മീറ്റിംഗ് പറഞ്ഞിറങ്ങി. അപ്പോൾ ഒരു കുറച്ച് ഞങ്ങൾ പോകുന്നവരെ വേണമെങ്കിൽ വരാമെന്ന് പറഞ്ഞു അവരെയും കൊണ്ടുപോയതാണ് ഞാൻ. അങ്ങനെ അവർ അകത്തെത്തി. പിന്നെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണമല്ലോ, ഇവരിങ്ങനെ തിരയുന്നത്, അതിനനുസരിച്ചാണ് ബോഡി കൊണ്ടുവരുന്നത്. പിന്നെ ഇവർ പറഞ്ഞു അവർക്ക് ബസ് ഉണ്ടാവില്ല, ഉള്ളിലേക്ക് എങ്ങോട്ടോ പോകേണ്ട സ്ഥലങ്ങളാണ്. അപ്പോൾ അവർ പോയി നിങ്ങൾക്കറിയാം അവിടെ ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുകയും ഈ ഇൻക്വസ്റ്റ് നടത്തുകയൊക്കെ ചെയ്യുന്ന സ്ഥലം നല്ല മഴ പെയ്യാണ്, ക്ലോറിൻ്റെ മണമുണ്ട്, ഈ പിന്നെ മണ്ണിൽ കുളിച്ച് കിടക്കുന്ന ശരീരങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, ശരീരഭാഗങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. 3ാമത്തെയും 4ാമത്തെയും ദിവസമായപ്പം ശരീരഭാഗങ്ങളാണ് വെള്ളം ഒഴിക്കുമ്പം ഒലിച്ചു പോകുന്നത്. ടേബിളില്ല, നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ടേബിളുകൾ മാത്രമാണ്. അപ്പം ആ പരിമിതമായിട്ടുള്ള ആ ഹെൽത്ത് സെൻ്ററിൻ്റെ അകത്താണ് ഇതൊക്കെ നടക്കുന്നത്. പുറത്ത് നിന്ന് PPE കിറ്റ് ഇട്ട് ഞാൻ ഉള്ളിൽ കയറിയതാണ്. പിന്നീട് 3-4 മണി വരെയൊക്കെ അതിനകത്ത് നിന്നിട്ടുണ്ട്. അകത്തേക്ക് കയറുമ്പം ഈ PPE കിറ്റിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ അപ്പുറവും ഇപ്പുറവും നമ്മളെ കൂടെയുള്ള ആളുകൾ ആരാന്ന് നമുക്കറിയില്ല. അതിൽ ഡോക്ടേഴ്സ് ഉണ്ട്, നേഴ്സുമാരുണ്ട്, എന്നെ പോലെയുള്ള വോളണ്ടിയറായിട്ട് വന്ന ആളുകളുണ്ട്. അപ്പം ഞാൻ അങ്ങോട്ട് പോയി അതിനകത്തേക്ക് കയറി എൻ്റെ മുന്നിലൂടെ വന്നിട്ടുള്ള ഓരോ ശരീരങ്ങളല്ല ശരീരഭാഗങ്ങളാണ്. ഞാൻ കയറിയതിന് ശേഷം ഒരു മുഴുവൻ ശരീരം വന്നിട്ടില്ല. തലയുടെ ഇത്രയും ഭാഗവും കാലും നഷ്ടപ്പെട്ടിട്ടുള്ള ഏകദേശ ശരീരത്തിന് സമാനമായിട്ടുള്ള ഒരു ഭാഗമല്ലാതെ പിന്നീട് വന്നതൊക്കെ അവയവങ്ങളാണ്. ഒരു ലഞ്ച് ബോക്സിലൊക്കെ ഒരു അവയവം വന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥേൻ്റെ പീക്ക് ലെവൽ ഞാൻ അവിടെ നിന്ന് കണ്ടു. എനിക്കറിയില്ല എവിടെ നിന്നാണ് അങ്ങനെ ഒരു ശക്തി കിട്ടിയതെന്ന്. എൻ്റെ കയ്യിൽ വന്നത് എന്നോടൊപ്പമുള്ള ആളുകൾ ചെയ്യുമ്പം തുണിയെടുത്ത് മടക്കുമ്പം കയ്യിൽ കിട്ടിയിട്ടുള്ള ക്ലോത്തിലേക്ക് ഇത് പൊതിഞ്ഞു വെക്കുമ്പം ഓരോ ആളുകളെയും നമ്മൾ റാപ്പ് ചെയ്യുമ്പം അത് കഴിഞ്ഞ് അവസാനം
ഈ നമ്മൾ ആ പ്ലാസ്റ്റിക്കിൻ്റെ അത് ഇടുമ്പം എൻ്റെ കുടുംബത്തിൽ ഒരാൾ അല്ലെങ്കിൽ ഞാൻ മരണപ്പെട്ടാൽ എങ്ങനെയാണോ എന്നെ യാത്രയാക്കേണ്ടത്, ഞാൻ എന്നൊരു വ്യക്തി അവസാനത്തെ യാത്ര എങ്ങനെയാണോ ചെയ്യേണ്ടത് ആ രൂപത്തിൽ ചെയ്യണമേ എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ യാത്രയാക്കിയിട്ടുള്ളത്. ആ സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന, അവരോട് കാണിക്കാൻ പറ്റുന്ന, ഒരു പക്ഷെ അവരുടെ കുടുംബക്കാർ പോലും ആയിരിക്കില്ല, ആരാന്ന് എനിക്കറിയില്ല, അങ്ങനത്തെ ആളുകളെ ആ രൂപത്തിൽ പറഞ്ഞയക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തോ ഒരു ലോകത്ത് നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പം ആളുകൾ തിരക്കിട്ട് വരും, എന്നിട്ട് ഫോൺ എടുത്തിട്ട് കാണിക്കും, ഈ ആളാണോ അകത്തേക്ക് കൊണ്ടുവന്നത്, ഈ ആളാണോ അവിടെ ഉണ്ടായിരുന്നത് എന്ന് ആൾക്കാർ ചോദിക്കുക. അപ്പം ചിരിച്ചു നിൽക്കുന്ന നല്ല മുഖങ്ങൾ കാണാം. ആ ടേബിളിൽ വന്നത് ആരായിരുന്നു എന്ന് എനിക്കറിയില്ല. അപ്പം ആൾക്കാർ പരിഭ്രാന്തരായി വന്നിട്ട് ഇവരാണോ ഇവരെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താണ് മറുപടി പറയേണ്ടത്? പല്ലിങ്ങനെയാണോ? എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നറിയോ? മുടി മെടഞ്ഞിട്ടിട്ടുള്ള ആളാണ്. ഇതിൻ്റെ റബ്ബർ ബാൻഡിൻ്റെ കളർ കഴുകി നോക്കുമ്പം വെള്ളയാണ്. നഖത്തിന് മൈലാഞ്ചിയാണ് ഇട്ടത്, ക്യൂടെക്സ് ഇട്ടതാണ്, കാലിന് മോതിരിട്ടിട്ടുണ്ട്, കമ്മലുണ്ട്. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളൊരു വ്യക്തിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ മരവിച്ചു പോയിട്ടുള്ള, മനസ്സ് തകർന്നു പോയിട്ടുള്ള, മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥയിൽ എന്തെങ്കിലുമൊക്കെ ഇനി ഏത് ലെവലിലേക്ക് പോകും എന്ന് ചിന്തിച്ചിട്ടുള്ള ഒരവസ്ഥ എനിക്ക്. അതിനുശേഷം ഞാൻ മെഡിക്കൽ അഡ്വൈസ് വരെ എടുത്ത് കുറച്ച് സമയം എടുത്തിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. എന്നോട് ആരും ആവശ്യപ്പെട്ടിട്ടല്ല ഞാൻ വയനാട്ടിലേക്ക് പോയതും വയനാട്ടിൽ നിന്ന് തിരിച്ചു വന്നതും. എല്ലാവരും അവിടെ നിന്ന് മടങ്ങിയപ്പോഴും ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് ആ മേപ്പാടിയിലെ ആളുകളെ മറവ് ചെയ്ത സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാവുന്നത് എൻ്റെ കുടുംബത്തിൽപ്പെട്ട, എൻ്റെ കൈകളിലൂടെ പോയ ഏതോ മനുഷ്യരല്ല, എൻ്റെ അടുത്തുള്ള ആളുകളെ പോലെ ഞാൻ അവരെ കണക്കാക്കിയിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് അവിടെ നിന്നുള്ള ഒരു ഉൾവിളിയുണ്ട്. ആ ആളുകൾ എൻ്റെ ഫോണിലുള്ള കോണ്ടാക്ട്സിൽ ഏറിയതും ചൂരൽമല, മുണ്ടക്കൈയിലുള്ള ആളുകളുടെ ഫോൺ നമ്പേഴ്സ് ആയിരിക്കും. അവിടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ തയ്യൽ മെഷീന് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോഴും അവർ വീട്ടിൽ നിന്നൊക്കെ അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിനായിട്ട് അവർ കൊണ്ടുപോകുന്നുണ്ട്. പിന്നീട് ഞാൻ അധികം അങ്ങോട്ട് പോയിട്ടില്ല, ഫോണിലൂടെയുള്ള കണക്ഷൻസ് മാത്രമാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്റ്റോപ്പായി പോയിട്ടുള്ള ഒരു അനുഭവമാണ്. എങ്ങനെയാണ് തഹലിയ ആഗ്രഹിക്കുന്ന ഒരു ഭാവി കേരളം ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടല്ലേ? ഒന്നാമത്തെ കാര്യം, പൊളിറ്റിക്കൽ ഫീൽഡിലേക്ക് കടന്നു വരിക എന്ന് പറയുമ്പം അത് ഈസിയാണെന്ന് ഒരിക്കലും കരുതരുത്. നിങ്ങൾക്ക് നല്ല മനഃശക്തി വേണ്ട ഒരു സ്ഥലമാണ്. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളി സോഷ്യൽ മീഡിയ ആയിരിക്കാം, അല്ലെങ്കിൽ അത്തരത്തിൽ നമുക്ക് നേരെ ഉയരുന്ന അബ്യൂസുകളൊക്കെ ആയിരിക്കാം. നാളെ അത് മറ്റൊരു തരത്തിലാവും. എല്ലാ കാലത്തും വെല്ലുവിളികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ വെല്ലുവിളികളെ നേരിടാനുള്ള മനഃശക്തി യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് ഉണ്ടാവണം എന്നാണ് ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുക. അപ്പം നല്ല മനഃശക്തി ഉണ്ടാവുക. പിന്നെ എല്ലാവരും നമ്മളെക്കുറിച്ച് നല്ലത് പറയുക എന്ന് പറയുന്നത് ഒരിക്കലും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല. പക്ഷേ ബി സിൻസിയർ. നിങ്ങൾ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുക. നിങ്ങൾ നിഷ്കളങ്കമായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയുക. ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നിങ്ങളുടെ മനസാക്ഷിയോട് നീതി കാണിക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് സമൂഹത്തോട് നീതി കാണിക്കാൻ പറ്റും എന്ന് തോന്നിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ മനസാക്ഷി തന്നെയാണ്. ആ മനസാക്ഷി നിങ്ങൾക്ക് തരുന്ന ശക്തിയാണ് നിങ്ങളെ ശക്തിയായിട്ട് പ്രവർത്തിക്കേണ്ടത്. അപ്പം ഇങ്ങനെ പൊതുരംഗത്തേക്ക് സ്ത്രീകൾ വരുമ്പം നിങ്ങൾക്കാരും ഉണ്ടാവില്ല, നിങ്ങളുടെ മനസ്സാണ് നിങ്ങളെ കൂടെ ഉണ്ടാവുക. അത് തിരിച്ചറിയാൻ പറ്റുക, അതാണ് എനിക്ക് അവരോട് പറയാനുള്ള കാര്യം. പിന്നെ പൊതുസമൂഹത്തിലേക്ക് വരുമ്പം സ്ത്രീകൾ എങ്ങനെ പുതിയ ലോകത്തേക്ക് കാണണം എന്ന് ആഗ്രഹിക്കുക. പ്രത്യേകിച്ച് റിസർവേഷൻ്റെയൊക്കെ ബില്ലുകളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന സമയമാണല്ലോ. എനിക്ക് തോന്നിയിട്ടുള്ളത് പുരുഷൻ പ്രവർത്തിക്കുന്നതിനേക്കാൾ മറ്റൊരു രൂപത്തിലാണ് സ്ത്രീയുടെ പ്രവർത്തന മേഖല എന്നുള്ളത്. എനിക്ക് പലപ്പോഴും കൗതുകം തോന്നിയിട്ടുണ്ട്, എങ്ങനെയാണ് പുരുഷനായിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് പ്രവർത്തിക്കുന്നതെന്ന്. നമുക്ക് എന്തോരം ഓപ്പർച്യൂണിറ്റീസാണ്, നമുക്ക് എവിടെയൊക്കെ കയറി ചെല്ലാം, ആരൊക്കെ കൈപിടിക്കാം, നമുക്ക് അടുക്കള വരെ കയറാം, നമുക്ക് ആരോടും നമുക്ക് തുറന്ന് സംസാരിക്കാം. പിന്നെ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചാൽ അത് 100% പെർഫെക്ഷനിൽ ചെയ്യണം എന്നുള്ള താല്പര്യമുള്ള ആൾക്കാരായിരിക്കും, കൂടുതൽ എനർജി ഇടും. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നതേ, സ്ത്രീകൾ പൊതുമേഖലയിലേക്ക് വരുമ്പം അവിടെ അവസരങ്ങൾ ചുരുങ്ങുന്നു എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്.
സ്ത്രീകൾ വന്നാൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും, പൊതുസമൂഹത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകും. അവളൊരു വീട്ടിൻ്റെ അടുക്കളക്കാരി എന്നുള്ള ഒരു വാക്ക് പ്രയോഗിക്കാറുണ്ട്. ഞാൻ പറയുന്നത് അടുക്കളക്കാരിക്ക് എല്ലാം അറിയാൻ പറ്റും, ലോകം ചലിക്കുന്നത് അറിയാൻ പറ്റും അവൾക്ക്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പോസിറ്റീവായിട്ടുള്ള മൂമെൻ്റ് ആണ്. ആ മൂമെൻറ്റിനെ നിങ്ങൾ കൈയടിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം എല്ലാവിധ ഭാവുകങ്ങളും. താങ്ക് യു.